ഇന്നലെ 4 വർഷത്തിനിടെ ഒരു ദിവസം ഉണ്ടാവുന്ന ഏറ്റവും വലിയ മുന്നേറ്റം കാഴ്ചവെച്ച ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് കനത്ത ഇടിവിൽ. സെൻസെക്സ് 1200 പോയിന്റിലേറെ നഷ്ടം നേരിട്ടു. നിഫ്റ്റി 24,600 താഴെ എത്തി. ഉയർന്ന ലാഭമെടുപ്പാണ് വിപണിയെ വീഴ്ത്തിയത്. ഓഹരി വിപണിയെ പിടിച്ചുകുലുക്കിയ ജെൻസോൾ എഞ്ചിനീയറിംഗിന്റെ പ്രൊമോട്ടർമാർ പടിയിറങ്ങുന്നു. മാനേജിംഗ് ഡയറക്ടർ അൻമോൾ സിംഗ് ജഗ്ഗി, മുഴുവൻ സമയ ഡയറക്ടർ പുനീത് സിംഗ് ജഗ്ഗി എന്നിവരാണ് സ്ഥാനങ്ങൾ രാജിവെച്ചത്. കമ്പനിയുടെ പ്രധാന സ്ഥാനങ്ങളിൽ തുടരുന്നതിൽ നിന്ന് സെബി ഇരുവരെയും കഴിഞ്ഞ മാസം വിലക്കിയിരുന്നു. അതിർത്തിയിലെ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യയും ഇൻഡിഗോയും വിവിധ വിമാന സർവീസുകൾ റദ്ദാക്കി. ജമ്മു, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭുജ്, ജാംനഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് എന്നിവിടങ്ങളിൽ നിന്നും തിരിച്ചുമുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. ഇന്ത്യൻ പ്രതിരോധം പാകിസ്ഥാന് മാത്രമല്ല ചൈനയ്ക്കും കൊണ്ടു. ഇന്ത്യ പാക് വെടിനിർത്തലിന് പിന്നാലെ തിരിച്ചടി നേരിട്ട ചൈനയിലെ പ്രതിരോധ ഓഹരികൾ. ഇന്ത്യയുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചൈന പാകിസ്ഥാന് നൽകിയ ഡ്രോണുകളെയും മിസൈലുകളെയും നിർവീര്യമാക്കിയിരുന്നു. യുദ്ധവിമാന നിർമ്മാതാക്കളായ എവിക് ചെന്തു, ഷൂഷൌ ഹോങ്ഡെ എന്നിവ 8.6%, 6.3% എന്നിങ്ങനെ ഇടിഞ്ഞു. കേരളത്തിലെ റോഡുകളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിറയുന്നു. ഈ വർഷം മാർച്ച് വരെ രജിസ്റ്റർ ചെയ്തതിൽ 12%-ഓളം ഇലക്ട്രിക് വാഹനങ്ങൾ. 1,56,666 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തതിൽ 17,745 എണ്ണവും ഇലക്ട്രിക് വിഭാഗത്തിലുള്ളതാണ്.